നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തമ്മിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ കൊണ്ടുപോണം. രൂപേഷേട്ടാ, അതിങ്ങ് കൊണ്ടുവാ. ഇങ്ങോട്ടിറങ്ങി പോടാ. അടങ്ങി നിക്കറ അവിടെ. അടങ്ങടാ. നടക്ക് നടക്കണോട്ട്. രാവിലെ മുതല് താനിവനെ അന്വേഷിക്കുമല്ലേ? ഞാനോ? ഞാനെന്തിനാ ഇവൻ അന്വേഷിക്കുന്നത്? ഇവനാരാ? എനിക്കറിയില്ല. രൂപേഷേട്ടാ, ആ ഫോണിങ്ങെടുത്തേ. ഇങ്ങോട്ട് തിരണം. ഇല്ലെങ്കി പിന്നെ എന്തിനാ രാവിലെ മുതല് താൻ ഇയാളുടെ ഫോണിലേക്ക് വിളിച്ചോണ്ടിരിക്കുന്നെ? ഇവന്റെ ഫോൺ ഇന്നലെ രാത്രി മുതല് ഞങ്ങളുടെ കയ്യില. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയും ഞാൻ പറഞ്ഞു തരണോ? രൂപേഷേട്ടാ, അതങ്ങ് കൊടുത്തേക്ക്. അത് രൂപേഷേട്ടന്റെ കടമയാ. കൊടുത്തേക്ക്. തൊട്ടു പോരുത്. ഇവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. നീയാണ് അമ്മയെ കൊല്ലാൻ ഇവനെ ഏൽപ്പിച്ചതല്ലേ? മിന്നൽ രാജുവിനെ കൊന്നതിന് പ്രതികാരം തീർക്കാൻ വന്നിരിക്കുന്നു. എനിക്കറിയില്ല. ഞാൻ ആരെ എങ്ങോട്ടും വിട്ടിട്ടില്ല. കള്ളം പറഞ്ഞ നിന്നെ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടി ഞാൻ. ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ എന്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മയെ കൊല്ലാൻ നീയാണ് ഇവനെ പറഞ്ഞയച്ചതെന്ന് ഇവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലാക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഒരു കോള് വിളിച്ചാ മതി. SI കർണൻ സാറും പോലീസുകാരും ഇപ്പൊ ഇവിടെ എത്തും. പക്ഷെ അത് വേണ്ടെന്ന് ദർശന പറഞ്ഞോണ്ടാ. മിന്നൽ രാജുവിന്റെ കൊലപാതകത്തിന് പ്രതികാരം തീർക്കാനാണല്ലോ നിങ്ങള് ഇവന് ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. ഇവൻ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില് അമ്മയുടെ കൈക്ക് ചെറിയ പരിക്ക് പറ്റി. ഒരു കാര്യം നിന്നെ മനസ്സിലാക്കി തരാനാ ഇവനെയും കൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ കരുതും പോലെ മിന്നൽ രാജുവിനെ കൊന്നത് ഞാനല്ല. ആ കൊലപാതകവുമായി എനിക്ക് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ കള്ളം പറയാ. മിന്നലും നിങ്ങളുമായി പല തവണ ഉരസിയിട്ടുണ്ട്. നിങ്ങൾക്ക് മിന്നൽ രാജുവിനെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാ. മിന്നൽ രാജുവും ഞാനും പല തവണ ഉരസിയിട്ടുണ്ട്. എന്നാ രാജുവിനെ കൊന്നത് ഞാനല്ല. മിന്നൽ രാജു മരിക്കുമ്പോ ആ സ്ഥലത്ത് നിങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്നാ രാജുവേട്ടനെ കൊന്ന കുറ്റത്തിന് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്താ സത്യമല്ലേ? രാജുവേട്ടനെ കൊന്ന കേസില് നിങ്ങൾ പ്രതിയായി ജയിലിൽ പോവാതിരിക്കാൻ നിങ്ങളുടെ അമ്മ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയി. അതിനുശേഷം നിങ്ങൾ പണം കൊടുത്ത് മറ്റൊരാളെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് അയാളുടെ തലയിൽ ആ കുറ്റം കെട്ടിവെച്ചു. ജയിലിൽ പോയ അയാളെ ഞങ്ങൾ കണ്ടിരുന്നു. അയാളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. പണത്തിന് വേണ്ടിയാ അയാൾ കുറ്റം ഏറ്റെടുത്തത്. നിങ്ങൾ പറഞ്ഞതൊക്കെ പകുതി സത്യമാണ്. പക്ഷെ യഥാർത്ഥ സത്യം നിങ്ങൾ അറിയണം. മിന്നലിനെ കാണാൻ തന്നെയാ ഞാൻ അവിടേക്ക് പോയത്.
ഇതുവരെ നിങ്ങൾ ചെയ്തതൊക്കെ ഇതോടെ ഞാൻ ക്ഷമിച്ചു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ നിങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കാം. പക്ഷേ എന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. ദർശന പറഞ്ഞ സത്യോ? മിന്നൽ രാജുവിനെ കൊന്നത് ദർശനയല്ല. ഇതോടെ എല്ലാം അവസാനിക്കണം. ഇനിയും ഇതേപോലെ ഉള്ളവരെ ഞങ്ങളെ ഉപദ്രവിക്കാൻ അങ്ങോട്ട് അയച്ച പിന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇത്രയും മര്യാദ നിറഞ്ഞ പെരുമാറ്റം ഉണ്ടാവില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇവനെ മാത്രമല്ല നിന്നെ ഇടിച്ച് പഞ്ചറാക്കി പോലീസിലേൽപ്പിക്കും. അല്ലേ ദർശനെ? ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവുണ്ട്. അന്ന് ആ കൊലപാതകം നടന്ന സ്ഥലത്ത് ഒരു വിവാഹ പാർട്ടി ഫോട്ടോ എടുക്കാൻ വന്നിരുന്നു. അവരുടെ ഡ്രോൺ അവിടെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് ആ ഡ്രോണിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഡ്രോൺ അന്വേഷിച്ചാണ് ഞങ്ങൾ നടക്കുന്നത്. അത് നിന്റെ വീട്ടിൽ തന്നെയുണ്ട്. മിന്നൽ രാജുവിന്റെ കൊലയാളി ആരാണെന്ന് ആ ഡ്രോൺ കിട്ടിയാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നിങ്ങൾ പോയി അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതല്ലാതെ ഇനിയും ഇതുപോലെ ആരെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ച വരുന്നവനും നീയും അകത്താവും. രൂപേഷേട്ടാ, ഇങ്ങോട്ട് വാടാ. കൊണ്ടുപൊക്കോ ഇവനെ. തൽക്കാലം ഇവന്റെ ഫോൺ എന്റെ കയ്യിലിരിക്കട്ടെ, ഒരു തെളിവിന്. ആ ഡ്രോൺ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ നിന്നെ വിളിക്കാം. എന്നിട്ട് ആ തെളിവുകൾ കൂടി നിന്നെ കാണിക്കാം. അതുവരെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ മനസ്സിൽ പോലും ചിന്തിക്കരുത്. മരുവത്തൂരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പോറലേറ്റ പിന്നെ ഞങ്ങളൊരു വരവ് വരും. താനും ഇവനും പിന്നെ പോലീസ് കസ്റ്റഡിയിലായിരിക്കും. രൂപേഷേട്ടാ, വീട്ടിൽ അവന്റെ മുന്നിൽ ചെന്ന് കീഴടങ്ങിയിരിക്കുന്നു. അതെ, അവനെ ദർശന എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളാണ് അവനെ അയച്ചതെന്ന് ദർശനയോട് അവൻ പറഞ്ഞു. ഇനി അവനെ വെച്ചായിരിക്കും അവൾ നമുക്കെതിരെ കളിക്കുന്നത്. ഇനിയെങ്കിലും ഇതുപോലുള്ള ആൾക്കാരെ എന്റെ മുന്നിൽ കൊണ്ടുവരരുത്. അവനൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഏറ്റെടുത്ത ജോലി ചെയ്യാൻ സാധിക്കാത്ത ഭീരുക്കൾ അവനൊക്കെ. ഇനി ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ.